ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ പാസ്പോർട്ട് നമുക്ക് എങ്ങനെ റിന്യൂ ചെയ്യാം. പ്രത്യേകിച്ച് ഈ 2025 സെപ്റ്റംബർ മാസം മുതൽ പുതിയ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരികയാണ്. ആ സമയം നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫുള്ളായിട്ട് കാണുക. അവസാനം ഇതിൻ്റെ ചെറിയൊരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് BLSൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അതിനൊരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അതിനുശേഷം പിന്നെ അവരൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മളവിടെ BLSൻ്റെ സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കൊണ്ടുപോവുകയും ആ ഫോട്ടോ നമ്മുടെ പാസ്പോർട്ടിൽ ചെയ്തു തരികയും ചെയ്യുകയായിരുന്നു അവർ. ഇപ്പോൾ മുതൽ ആ നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ സ്റ്റുഡിയോയിലൊക്കെ പോയി എടുക്കുന്ന ഫോട്ടോസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾക്ക് എല്ലാ BLS സെൻറ്ററിലും ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് 30 ദിർഹംസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരുങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുക്കിങ്ങിൻ്റെ ഡേറ്റ് കാണിക്കത്തില്ല, ബുക്കിംഗ് കംപ്ലീറ്റ് ആകത്തില്ല. ഞാൻ തന്നെ 2-3 ദിവസം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ബുക്കിംഗ് കിട്ടിയത്. ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോഴൊക്കെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതെല്ലാം അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. ഫുജേറ, കൽബ, റാസൽ കൈമ, അങ്ങനെ ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഞാൻ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ ദുബായിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. ഇവിടെ അടുത്ത് തന്നെ കിട്ടി. നമുക്ക് ഏത് സെൻറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ സമയം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ BLSൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ അപ്പോയിൻമെൻറ്റ് നോക്കുക. അപ്പോൾ ഡേറ്റ് കുറച്ച് അവൈലബിൾ ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പം കാണിക്കും യു ആർ നോട്ട് അലൗഡ് ടു ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് എന്ന് കാണിക്കും. നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം മൊബൈൽ ഡേറ്റ യൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഡേറ്റുകൾ കാണിക്കുകയും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പാസ്പോർട്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 410 ആണ്. നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേന് 285, 290 ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ മറ്റു പലതും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇത്രയും ഒരു എമൗണ്ട്, ഒരു 500 എമൗണ്ട് എങ്കിലും നമ്മുടെ മിനിമം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. നമുക്ക് കാർഡായിട്ടും ക്യാഷായിട്ടും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി, എമിറേറ്റ്സിയുടെ ഒരു കോപ്പി, ഇത് മൂന്നും ഒന്ന് കയ്യിൽ വെച്ചിരുന്നു.